Next topic is the aggregation of income or deemed income. Sometimes how to calculate the total income of an assessee is a difficult question. That is, sometimes the income may include aggregation or deemed income also. Deemed income എന്ന് പറഞ്ഞാൽ ചില ഒരാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ സം അതർ ഇൻകം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷെയർ ഓഫ് ഇൻകം ഫ്രം AOP ഓർ BOI. ഒരു വ്യക്തിക്ക് പ്രോഫിറ്റ് കിട്ടും, അതായത് അദ്ദേഹം ഒരു ഷെയർ AOPയുടെ BOIയുടെ മെമ്പർ ആണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മുടെ അസസ്സിക്ക് കിട്ടുന്നുണ്ടോ. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് അയാൾ ടാക്സ് കൊടുക്കണോ വേണ്ടതെന്നാണ്. അപ്പോൾ അതിൻ്റെ നിയമം അതാണ്, AOP ഹൈ റേറ്റിൽ, അതായത് മാക്സിമം മാർജിനൽ റേറ്റിലാണ് ആ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് പിന്നീട് അസസ്സിക്ക് ടാക്സബിൾ ആക്കണ്ട, അത് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. അതല്ല ലോവർ റേറ്റിലാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അസസ്സിയുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും വേണം. അതാണ് ഞാൻ എഴുതിയേക്കണേ. If the AOP or BIA has not paid tax at MMR or higher rate, എങ്കിൽ മാത്രമേ ഇയാളുടെ ഇൻകത്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി രണ്ടാമത്തെയാണ് ഡീംഡ് ഇൻകം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡീംഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി ഇൻകം അല്ല, പക്ഷെ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന ഒരു 6 സിറ്റുവേഷനാണ് മിസ് പഠിപ്പിക്കാൻ പോണേ. The first one is the cash credit. Cash credit എന്ന് പറഞ്ഞാൽ where any sum is found credited in the books of accounts of the assessee. അസസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ബട്ട് അസസ്സി ഓഫേഴ്സ് നോ എക്സ്പ്ലനേഷൻ അബൌട്ട് ദ സോഴ്സ് ഓഫ് സച്ച് ഇൻകം. എവിടെ നിന്നാണ് 10 ലക്ഷം രൂപയ്ക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണുന്നുണ്ട്, പക്ഷെ എവിടെ നിന്നാണ് ഈ എമൗണ്ട് വന്നേ എന്നുള്ളതിന് അസസ്സിക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാനില്ല. അല്ലെങ്കിൽ ഓർ the explanation is given by the assessee is not satisfactory to the assessing officer. കൊടുത്ത എക്സ്പ്ലനേഷനിൽ അസസ്സിംഗ് ഓഫീസർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുക. അങ്ങനെ വന്നാൽ the total amount shown in the credit side of the books of account will be treated as the income of the previous year and taxed accordingly. ഓക്കെ, എത്ര എമൗണ്ട് ആണ് ക്രെഡിറ്റിൽ കാണുന്നത് അത് മുഴുവൻ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഇൻകം ടാക്സ് അടപ്പിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ ക്യാഷ് ക്രെഡിറ്റ്. രണ്ടാമത്തെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് തന്നെ അസസ്സിയുടെ ബാങ്കിലോ മറ്റെവിടെയെങ്കിലോ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് അസസ്സിയുടെ പേരിൽ കാണുന്നുണ്ട്, പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റിനുള്ള സോഴ്സ് എവിടെ നിന്നാന്നുള്ളത് അസസ്സിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ദ അസസ്സി ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി ടു ദി അസസ്സിംഗ് ഓഫീസർ. അപ്പോഴും എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് കാണുന്നത് ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ടു ദി അസസ്സി. 3 അൺഎക്സ്പ്ലെയിൻഡ് മണി, ബുള്ളിയൻ എക്സെട്ര. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആരെങ്കിലൊക്കെ നമ്മൾ ഒറ്റ കൊടുത്തിട്ട് റെയ്ഡ് ചെയ്യുന്നതും, റെയ്ഡ് ചെയ്യുമ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു റൂം പോണതും അതിൽ നിറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റുകളും നോട്ടുകെട്ടുകളും ഗോൾഡും ഒക്കെ കൂടെ കാണുന്നത് നിങ്ങൾ പലപ്പോഴും പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് അൺഎക്സ്പ്ലെയിൻഡ് മണി, ബുള്ളിയൻ എക്സെട്ര. ബിസ്ക്കറ്റുകളൊക്കെ ഇല്ലേ, സ്വർണ്ണ ബിസ്ക്കറ്റ്, ഗോൾഡ്, നോട്ടുകെട്ടുകൾ അങ്ങനെ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അതിന്റെ സോഴ്സ് ആര് കാണിക്കണം, അസസ്സി കാണിക്കണം. കാണിക്കാൻ പറ്റുമോ? ഇല്ല. സോ അസസ്സി ഫെയിൽസ് ടു ഗിവ് ക്ലിയർ എക്സ്പ്ലനേഷൻ or the explanation given by the assessee is not satisfactory, then the whole amount of such bullion is taxable in the hands of the assessee. ആ പ്രീവിയസ് ഇയറിൽ തന്നെ ഫുൾ എമൗണ്ടിന് ടാക്സ് അടപ്പിക്കും. ഓക്കെ, the next amount of investment not fully disclosed in the books of account. നേരത്തെ നമ്മൾ പറഞ്ഞത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു 20 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ബുക്സ് നോക്കുമ്പോൾ ഒരു 6 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് കാണാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ്. അവിടെയും ഇത് തന്നെയാണ്, എത്ര എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ദാറ്റ് ഈസ് ഫുള്ളി ട്രീറ്റഡ് ആസ് ദി ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ആൻഡ് ടാക്സ്ഡ് accordingly. The next is the unexplained expenditure. ഒരു ബിസിനസ്സുകാരൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അയാൾക്ക് വരുന്ന എക്സ്പെൻസുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ടു സാലറി, ടു റെന്റ് എന്നൊക്കെ. ഏത് എക്സ്പെൻഡിച്ചർ അയാൾ എഴുതിയാലും ഇറ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ഡോക്യുമെന്റൽ എവിഡൻസ്.
സാലറി 1 ലക്ഷം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ 1 ലക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സാലറി ഡീറ്റെയിൽസ് എവിടെ വേണം? കമ്പനിയിൽ വേണം. റെന്റ് 10 ലക്ഷം റെന്റ് കൊടുത്തു എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ റെന്റ് കൊടുത്തതിന്റെ പ്രൂഫ് അവിടെ കാണിക്കണം. അങ്ങനെ പ്രൂഫ് കാണിക്കാൻ പറ്റാത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ ഒരു നോമിനൽ എമൗണ്ട് ഉണ്ടാവുള്ളൂ. അതായത് മിസ്ലേനിയസ് എക്സ്പെൻസ്. ഇപ്പൊ നമ്മൾ ഓട്ടോ കൂലി കൊടുത്തു, ഓട്ടോ വിളിച്ചു പോയി, ഓട്ടോക്കാരൻ ബില്ല് തരാറുണ്ടാവും? ഇല്ല. ചെറിയ ചെറിയ സ്റ്റേഷനറികൾ ഒരു പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിയാൽ പോകുന്ന വഴിക്ക് ഒരു ലൈം ജ്യൂസ് കുടിച്ചു, ഇതിനൊക്കെ ആരെങ്കിലും ബില്ല് തരാറുണ്ടാവും? ഇല്ല. അപ്പൊ അങ്ങനെ മിസ്ലേനിയസ് എക്സ്പെൻസസ് ഓർ പെറ്റി എക്സ്പെൻസ് കൊണ്ട് ഒരു എമൗണ്ട് തരും. അത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരാവുന്നതിന് മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു 25,000 അത്രയൊക്കെയാണ് ഒരു ഇയറിൽ മാക്സിമം പെറ്റി എക്സ്പെൻസ് വരുള്ളൂ അല്ലേ? പക്ഷേ ഒരാളുടെ ബിസിനസ്സുകാരൻ്റെ ആവാം അസസിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടില് എക്സ്പെൻഡിച്ചർ സൈഡില് വലിയൊരു എമൗണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ എക്സ്പെൻഡിച്ചർ എങ്ങനെ വന്നു എന്നുള്ളതിന് ഒരു ഡോക്യുമെന്റൽ എവിഡൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല. അസസി ഫെയിൽസ് ടു ഗീവ് ക്ലിയർ എവിഡൻസ് ഫോർ സച്ച് എക്സ്പെൻഡിച്ചർ and the explanation given by the assessee is not satisfactory, then the whole expenditure എത്രയാണോ എക്സ്പെൻഡിച്ചർ സൈഡിൽ വന്നേക്കണേ അത് അങ്ങനെ തന്നെ നമ്മൾ എവിടേക്ക് എടുത്തെഴുതും? ഇൻകം സൈഡിലേക്ക് എടുത്തെഴുതും, ടാക്സബിൾ ആക്കും. അപ്പൊ അതിൽ ജെനുവിൻ ആയിട്ട് കുറച്ചുണ്ടാവും, പക്ഷെ ആ ഫുൾ എക്സ്പെൻഡിച്ചർ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും, ടാക്സ് അടപ്പിക്കും. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടി. പേര് കേട്ട് ഞെട്ടണ്ട. നമ്മൾ ഈ മാർവാഡീസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലേഡുകാരനൊക്കെ കേട്ടിട്ടില്ലേ? അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം കടം വാങ്ങും അല്ലെ? അങ്ങനെ കടം വാങ്ങിയിട്ട് അവർക്ക് തിരിച്ചടയ്ക്കുന്നത് അവരൊരു പ്രത്യേകത ഉണ്ട്. ഈ ചെക്കോ അതൊന്നുമില്ല, മഞ്ഞ നീല റോസ് കളറിൽ അവർ എഴുതി തരുന്ന, ലോക്കൽ സ്ലാങ്ങിൽ എഴുതി തരുന്ന ഒരു പാസ്ബുക്ക് പോലത്തെ ഒരു ചീട്ട് മാത്രമേ ഉള്ളൂ അവിടെ. ഇന്ന് വന്ന് ഇന്നത്തെ ഡേറ്റ് ഇട്ട് 1000 രൂപ അടച്ചു എന്ന് പറഞ്ഞിട്ട് അവർ സൈൻ ചെയ്ത് തരും. അങ്ങനെ പേയ്മെന്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഹുണ്ടി മണി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ലിപ്പും കാര്യങ്ങളും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞേക്കണ ഒരു റൂൾ ഇതാണ്, എനി പേയ്മെന്റ് മെയ്ഡ് വിത്തൗട്ട് ചെക്ക്. നമ്മളൊരു ചെക്കിലൂടെയോ ഡ്രാഫ്റ്റിലൂടെയോ മാത്രമേ എമൗണ്ട് കൊടുക്കാവൂ എന്നാ പറയുന്നത്. ഒരു 10,000 എബോൾ എല്ലാ പേയ്മെന്റും ക്രോസ്ഡ് ചെക്കിലൂടെയോ ഡ്രാഫ്റ്റിലൂടെയോ മാത്രമേ കൊടുക്കാവൂ. അങ്ങനെയല്ലാതെ അതർ ദാൻ ചെക്ക് ഓർ ഡ്രാഫ്റ്റ് കൊടുക്കുന്ന എല്ലാ പേയ്മെന്റും ഡിസലൗഡ് ആണ്. ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ടാക്സ്ഡ് അക്കോർഡിംഗ്ലി. ഈ 6 എണ്ണമാണ് നമ്മൾ ഡീംഡ് ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ വരണേ. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ടാക്സേഷൻ ഓഫ് ഡീംഡ് ഇൻകം. എങ്ങനെയാണ് ഡീംഡ് ഇൻകത്തിന്, അതായത് വെൻ ദ ഇൻകം ഓഫ്, ഇവിടെ നമ്മൾ പറയണത് എല്ലാം നമ്മൾ ആ പറഞ്ഞ എല്ലാ ഐറ്റംസും ഒരു വ്യക്തിയുടെ കൂടെ ആഡ് ചെയ്യും ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ. അതിനെയാണ് നമ്മൾ ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം 2017-18 ഓൺവേർഡ്സ്, അസസ്മെന്റ് ഇയർ 2017-18 ഓൺവേർഡ്സ്, the deemed income are taxable at 60%. ടാക്സ് റേറ്റ് എത്രയാണ്? ഹയസ്റ്റ് റേറ്റ് 60% നമ്മൾ ടാക്സ് ഈടാക്കണേ. പ്ലസ് 25% സർചാർജ്. ആ ടാക്സിന്റെ 25% സർചാർജ് ഉണ്ടാവും. അപ്പൊ 60ന്റെ 25% എന്ന് പറഞ്ഞാൽ 15. അപ്പൊ ടോട്ടൽ ടാക്സ് 75 പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അപ്പൊ 75ന് 4% എന്ന് പറയുമ്പോൾ 3. അപ്പൊ ടോട്ടല് at present the effective rate of tax on deemed income is 78%. അത് ഓർത്ത് വെച്ചാൽ മതി. 60% ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ 25% സർചാർജ് ഉണ്ട്, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്. ദസ് ടോട്ടൽ ടാക്സ് ഈസ് 78%. ആൻഡ് ആക്ച്വലി ദിസ് ഈസ് ദ എൻഡ് ഓഫ് അവർ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ പ്രോബ്ലം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ പഠിച്ച തിയറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു പ്രോബ്ലം കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് ക്ലബിങ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മിസ്റ്റർ എക്സ് ഗീവ്സ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഓഫ് ഹിസ് ഫാമിലി ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 2020-21, 2019-20. 18-19 ഇട്ടേക്കണേ, അത് നോക്കണ്ട നിങ്ങൾ. ഇപ്പോഴത്തെ കറണ്ട് ഇയർ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 ഡീറ്റെയിൽസ് ആണ് തന്നേക്കണേ. കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ്. അപ്പം നമ്മുടെ അസസി ആരാണ്? എക്സ് ആണ്. എക്സിൻ്റെ ഇൻകം ആണ് തന്നേക്കണേ. അതിൽ ചിലത് മറ്റുള്ളവരുടെ കൂടെ ക്ലബ് ചെയ്യേണ്ടി വരും,
ചിലത് ക്ലബ്ബ് ചെയ്യേണ്ട. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇൻകം ഫ്രം പ്രൊഫഷൻ ഓഫ് മിസ്റ്റർ എക്സ് 10 ലക്ഷം. മിസ്റ്റർ എക്സിന് പ്രൊഫഷണൽ ഇൻകം കിട്ടിയേക്കുന്നത് 10 ലക്ഷം. അപ്പം നമ്മൾ നോക്കിയേ ആൻസറിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ഫ്രം പ്രൊഫഷൻ 10 ലക്ഷം മിസ് എടുത്ത് എഴുതി. ഓക്കെ. സാലറി ഇൻകം ഓഫ് മിസ് വൈ, മിസ് വൈ എന്ന് പറഞ്ഞാൽ വൈഫ് ഓഫ് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിൻ്റെ ഭാര്യ മിസ് വൈയുടെ 8 ലക്ഷം സാലറി തന്നിട്ടുണ്ട്. അപ്പോൾ സാലറിയുടെ കേസിൽ മിസ് പഠിപ്പിച്ചേക്കണ എന്താ, വൈഫിന് സാലറി കിട്ടിയിരിക്കുന്ന കമ്പനി ഹസ്ബൻഡിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ ഇത് ക്ലബ്ബ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലബ്ബ് ചെയ്യണ്ടെന്നാണ് പഠിപ്പിച്ചേക്കണേ. ഇവിടെ അതിനെപ്പറ്റി എന്തെങ്കിലും പ്രോബ്ലത്തിൽ പറയണ്ടോ നോക്കൂ. വൈഫിന് സാലറി 8 ലക്ഷം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ 8 ലക്ഷം ഏത് കമ്പനിയിൽ നിന്നാണെന്നോ ആ കമ്പനിയിൽ മിസ്റ്റർ എക്സിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്നോ ഒന്നും പ്രോബ്ലത്തിൽ പറയണില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ക്ലബ്ബ് ചെയ്യണ്ട. ഓക്കെ. 3, ഇൻകം ഓഫ് എ, മൈനർ ഡോട്ടറാണ്. മൈനറുടെ ഇൻകം എന്താ പഠിപ്പിച്ചേക്കണേ, അച്ഛൻ്റെ ഇൻകത്തിൻ്റെ കൂടെ അച്ഛൻ്റെ അമ്മയുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അച്ഛന് 10 ലക്ഷവും അമ്മയ്ക്ക് 8 ലക്ഷമാണ്. അതുകൊണ്ട് 10 ലക്ഷത്തിൻ്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻകം ഓഫ് എ മൈനർ ഡോട്ടർ ഫ്രം ഡിഫറെൻറ്റ് ചെസ് ടൂർണമെൻറ്റ്സ് 40,000. അപ്പം നിങ്ങൾ ആലോചിക്കണം ക്ലബ്ബ് ചെയ്യണോ വേണ്ടതെന്ന്. മിസ് എന്താ പഠിപ്പിച്ചേക്കണേ, നോർമൽ കേസിൽ ക്ലബ്ബ് ചെയ്യണം. പക്ഷേ ആ കുട്ടിയുടെ സ്പെഷ്യലൈസ്ഡ് ടാലൻറ്റോ സ്കില്ലോ ആവശ്യമുള്ള ആക്ടിവിറ്റിയിൽ നിന്നാണ് വരുമാനം കിട്ടുന്നതെങ്കിൽ ക്ലബ്ബ് ചെയ്യണ്ട എന്നാ പഠിപ്പിച്ചേ അല്ലേ. വെറുതെ ഒരു കുട്ടിക്ക് ചെസ് ടൂർണമെൻറ്റിൽ നിന്ന് ഭാഗ്യത്തോണ്ട് കിട്ടുമോ? ഇല്ല. അതിൽ ടാലൻ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ അത് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെസ് ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞേക്കണോണ്ട് ആ 40,000 എന്താണ്, ക്ലബ്ബ് ചെയ്യണ്ട. ഓക്കെ. നെക്സ്റ്റ്, ലോട്ടറി വിന്നിങ് ബൈ ബി മൈനർ ഡോട്ടർ 50,000. മൈനർ ഡോട്ടർ ആയിട്ടുള്ള ബിക്ക് ലോട്ടറി അടിച്ച 50,000 രൂപ കിട്ടിയെന്ന്. അത് പ്രത്യേകിച്ച് അയാളുടെ ടാലൻ്റൊന്നും ആവശ്യമുള്ളതല്ലോ അല്ല. അപ്പോൾ അത് നേരെ അച്ഛൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അച്ഛൻ്റെ ഇൻകം ടോട്ടൽ ഇൻകം കൂടുതൽ, അതുകൊണ്ട് നമ്മൾ അച്ഛൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്തു. മൈനർ ഡോട്ടറിന് 50,000 രൂപ. ഓക്കെ. നെക്സ്റ്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ സി മൈനർ ഡോട്ടർ 60,000. മൈനർ ഡോട്ടർ ആയിട്ടുള്ള സിക്ക് ഒരു സ്വന്തമായിട്ട് വീടുണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ വരുമാനം. അതും സ്പെഷ്യലൈസ്ഡ് സ്കില്ല് വേണ്ടതല്ലല്ലോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 60,000 ക്ലബ്ബ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ഓഫ് ഡി മൈനർ സൺ 40,000. ഡി മൈനർ സണ്ണാണ്, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് 40,000. അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്തു, കാരണം സ്പെഷ്യലൈസ്ഡ് സ്കില്ല് വേണ്ടതല്ല. ക്ലിയർ? അപ്പോൾ ഇനി എന്താ പറയണേ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് ഇ മേജർ സൺ 50,000. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 50,000 രൂപയുടെ ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഇക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ആരാണെന്നാണ് പറയണത്, മേജർ സണ്ണാണ്. മേജർ സണ്ണിനെ ക്ലബ്ബ് ചെയ്യാൻ മിസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മൈനർ ചൈൽഡിനെ മാത്രമേ ക്ലബ്ബ് ചെയ്യണ്ടൂ. അപ്പോൾ നമ്മൾ അത് എടുക്കണ്ട. അപ്പോൾ നോക്കി 11,50,000 ആണ് അയാൾക്ക് എന്ത് കിട്ടണേ, ഡിഡക്ഷൻ കിട്ടണേ. ഇനി ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 1032. അതെന്താണെന്നറിയോ, ഒരു കുട്ടിയുടെ ഇൻകം പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീ ക്യാൻ ക്ലെയിം ₹1,500 എന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 കുട്ടികളുടെ ഇൻകം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇല്ലേ. അപ്പോൾ 1,500 ഇൻറ്റു 3 4,500 രൂപ അയാൾക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ ബാലൻസ് അയാളുടെ ടോട്ടൽ ഇൻകം എത്രയുണ്ടെന്ന് നോക്കി, 11,45,500. ക്ലിയർ ആയോ? ശരിക്കും ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ആ തിയറി നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവുള്ളൂ. ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എങ്ങാനും നമുക്ക് 4 മാർക്കിന് യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.